കയ്യിലുള്ള എല്ലാ ബ്രൗൺ കോഴ്സും എടുത്തുകൊണ്ട് വന്നോളൂ ഗൈസ്. നമുക്കിനി ഇവന്മാരെ എല്ലാത്തിനും ഒന്ന് റീസൈക്കിൾ ചെയ്ത് ഒരു അടിപൊളി ബുക്ക് ഉണ്ടാക്കിയാലോ. പറഞ്ഞു വന്നത് ഇൻ ദ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡ് ഫോർ ബ്രൗൺ സീരീസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വീട്ടിലെ വിൻറ്റേജ് ഡയറിയാണ്. ആദ്യം എൻ്റെ മനസ്സിൽ എൻ്റെ ഇത്രയും കണ്ടു ബ്രൗൺ കോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇവന്മാരെ എല്ലാത്തിനും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കളക്ട് ചെയ്ത് വന്നതിന് ശേഷം സത്യത്തിൽ ഇത്രയും ബ്രൗൺ കോഴ്സ് എൻ്റെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യുകയും അതിൻ്റെ പേര് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഞാൻ ആദ്യത്തെ ഒരു ആവശ്യത്തിനാട്ടോ അത്രയും ബ്രൗൺ കോഴ്സ് കാണിച്ചത്. പക്ഷേ ഇൻ ദി റിയാലിറ്റി ഞാൻ അതിന് വെറും 2 ബ്രൗൺ കോഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, മടി മാത്രമല്ല ഗൈസ്. എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 കവറിനെല്ലാം കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിലും ഒരുപാട് പേപ്പേഴ്സ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ 2 കവേഴ്സിനെ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഒരുപാട് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ അടുപ്പിച്ചെടുത്ത് കാണുമെന്ന് ഞാൻ പറയാം കേട്ടോ. കാരണം ഒരു കവറിൽ നിന്ന് തന്നെ എത്ര കട്ട് ചെയ്തിട്ടും തീരുന്നില്ല. ഇനിയും സ്പേസ് ഉണ്ട് ആ ഒരു കവറിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ 2 മതിയെന്ന് തോന്നി. മാത്രമല്ല നമ്മുടെ 5 മിനിറ്റ്സിൻ്റെ ആ ഒരു മെമോ പാഡിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന, അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ എന്തെങ്കിലും വിൻറ്റേജ് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ അപൂർവമായി ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇത്രയും വിവരിച്ച ആ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നലെ, അതായത് ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഞാൻ സ്കൂളിൽ പോകുന്നതിന് കുറച്ച് നേരം മുമ്പ് ഈ ഒരു ലീഫൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഡെസ്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് ഇപ്പോൾ ഇതേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലീഫ് ഡ്രൈ ആയപ്പോൾ കുറച്ചുകൂടെ ലുക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ബൈ.